കേരളത്തിൽ LDF-ന് തുടർഭരണം കിട്ടണമെന്ന് ഇടത് സഹയാത്രികർ പോലും ആഗ്രഹിക്കുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. പുതുയുഗയാത്ര നയിച്ച് തലശ്ശേരിയിലെത്തിയ പ്രതിപക്ഷ നേതാവ് PWD റെസ്റ്റ് ഹൌസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു. വ്യത്യസ്ത ജനവിഭാഗങ്ങൾ അവതരിപ്പിച്ച പ്രശ്നങ്ങൾ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് നമ്മൾ ഗുരുതരമായ വിഷമം അനുഭവിക്കുമ്പോൾ നമ്മൾ തിരഞ്ഞെടുത്ത ഒരു ഗവൺമെന്റിന്റെ സാന്നിധ്യം ഉണ്ടാകും. ദൗർഭാഗ്യവശാൽ അതില്ല. സർക്കാർ ഇല്ലായ്മയാണ് യഥാർത്ഥത്തിൽ നമുക്ക് ദൃശ്യമാകുന്ന കാര്യം. പിന്നെ ഖജനാവിലെ പണമില്ലായ്മ, ഇത് രണ്ടും വളരെ എവിഡന്റ് ആണ്. ആളുകൾ വന്ന് അവരുടെ സങ്കടങ്ങൾ പറയുമ്പോൾ വർഷങ്ങളായി നിരന്തരമായി പരാതികൾ കൊടുത്തു. ഇത് മുഖ്യമന്ത്രിയുടെ ജില്ല കൂടിയാണ്. ആ ജില്ലയിലെ പ്രശ്നങ്ങൾക്ക് പോലും ശാശ്വതമായ പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ ഒരു സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. സർക്കാരില്ലായ്മ ഇവിടെ പ്രകടമാകുന്നു എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. പുതുയുഗ യാത്രയുടെ ഭാഗമായി കേരളത്തെ സംബന്ധിക്കുന്ന നിരവധി പരിപാടികൾ അടുത്ത ദിവസങ്ങളുള്ളിൽ കോഴിക്കോട് ഞങ്ങളുടെ ഹെൽത്ത് വിഷൻ ഡോക്യുമെന്റ് അവതരിപ്പിക്കും. അതുമുതൽ തിരുവനന്തപുരത്ത് എത്തുന്നത് വരെ എവിടെയെല്ലാമാണ് ഗവൺമെന്റ് പരാജയപ്പെട്ടത് അവിടെയെല്ലാം സമൂർത്തമായ കൃത്യമായ പദ്ധതികൾ UDF-നുണ്ട്. അത് വളരെ നല്ല റിസർച്ച് നടത്തി വിദഗ്ധരായ ആളുകളുടെ കൂടി സഹായത്തോടു കൂടി തയ്യാറാക്കുന്ന സാമ്പത്തികമായ അതിന്റെ കാര്യങ്ങൾ പരിശോധിച്ച്, സാങ്കേതികമായ കാര്യങ്ങൾ പരിശോധിച്ച്, പാരിസ്ഥിതികമായ കാര്യങ്ങൾ പരിശോധിച്ച് ഞങ്ങൾ തയ്യാറാക്കുന്ന പദ്ധതികളാണ്. അതുകൊണ്ടാണ് ഞങ്ങളൊരു പുതിയ കാലത്തിന് തുടക്കമിടുകയാണ് എന്ന അർത്ഥത്തിൽ തന്നെയാണ് പുതുയുഗ യാത്ര എന്ന് ഈ യാത്രയ്ക്ക് പേരിട്ടത്. യാത്ര കണ്ണൂരിലേക്ക് പ്രവേശിച്ചപ്പോൾ തന്നെ വളരെ അത്ഭുതകരമായ രീതിയിലുള്ള പ്രതികരണമാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായത്. പയ്യന്നൂരിലും തളിപ്പറമ്പിലും കണ്ണൂരിലും ജനങ്ങൾ നൽകിയ സ്വീകരണം അവിസ്മരണീയമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. അതുപോലെ തന്നെ ഞങ്ങൾ ഉന്നയിക്കുന്ന ഒരു കാര്യം, ഈ ഗവൺമെന്റിനോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽപ്പെട്ട നല്ല കമ്മ്യൂണിസ്റ്റുകാർക്കും ഇടതുപക്ഷ സഹയാത്രികർക്കും പോലും താല്പര്യമില്ല എന്ന്. കവി സച്ചിദാനന്ദന്റെ കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവന ഞങ്ങളുടെ ഈ നിഗമനങ്ങൾക്ക് അടിവരയിടുന്നതാണ്. ഇനിയൊരു തുടർഭരണം നല്ലതല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് CPM-നുണ്ടായ അപജയത്തെ കുറിച്ച് ഏറ്റവും കൂടുതൽ ബോധവാന്മാർ നല്ല കമ്മ്യൂണിസ്റ്റുകാരും ഇടതുപക്ഷത്തിന്റെ സഹയാത്രികരുമാണ് എന്ന ഞങ്ങളുടെ വാദം ശരിവെക്കുന്നതാണ് കവി സച്ചിദാനന്ദന്റെ പ്രസ്താവന എന്ന് ഞാൻ പ്രത്യേകമായി പറയാൻ ആഗ്രഹിക്കുന്നു. അതാണ് മൂഡ്. കേരളത്തിലെ 3-4 പതിറ്റാണ്ടുകളായി ഇടതുപക്ഷത്തിന്റെ സഹയാത്രികരായി നടന്ന ആളുകൾ ഈ ഗവൺമെന്റിന് ഒരു തുടർച്ച ഉണ്ടാകരുത്, ഇവർ അധികാരത്തിൽ വരരുത്, ഇവർ ഇടതുപക്ഷമല്ല, ഇവർ ഇടതുപക്ഷത്തിൽ നിന്ന് വഴിമാറിപ്പോയി, ഇവർ തീവ്ര വലതുപക്ഷമായി മാറി എന്നുള്ള നിലപാടുള്ളവരാണ് എന്നത് വളരെ ഒരു സ്വാഗതാർഹമായ ഒരു കാര്യമാണ്. കേരളത്തിലെ ജനങ്ങളുടെ ഒരു പൊതുവികാരം ആണ് ഈ ഇടതുപക്ഷ സഹയാത്രികരായിട്ടുള്ള ആളുകൾ പങ്കുവച്ചിരിക്കുന്നത് എന്ന് കൂടി പ്രത്യേകം പരാമർശിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മന്ത്രി റിയാസിനെതിരായിട്ട് ഒരു ആരോപണം വന്നു. പൊതുമരാമത്ത് മന്ത്രി ഏതൊരു ബ്ലോഗറെ കൊണ്ടുവന്ന് ഇവിടെ ടൂറിസം വകുപ്പ് പ്രചരണം നടത്തി. ബ്ലോഗറെ കൊണ്ടുവന്നു, മനസ്സിലായി? സ്ത്രീ ടൂറിസം മന്ത്രി അറിഞ്ഞുകൊണ്ട് ടൂറിസം വകുപ്പ് പ്രചരണം നടത്തി. കുറെ നാൾ കഴിഞ്ഞപ്പോൾ അവര് പോയി. കുറെ നാൾ കഴിഞ്ഞപ്പോൾ അവര് ചാര വനിതയാണ് എന്ന് പറഞ്ഞ് അവരെ അറസ്റ്റ് ചെയ്തു. അപ്പൊ സോഷ്യൽ മീഡിയയിലും പൊതുസമൂഹത്തിലും ആളുകൾ ഭയങ്കരമായി പറഞ്ഞു റിയാസിന് പങ്കുണ്ട്, ചാര വനിതയായിട്ട് ബന്ധം, മന്ത്രിക്ക് ബന്ധമുണ്ട്, ടൂറിസം വകുപ്പിൽ വന്നു. ഞാനാണ് പറഞ്ഞത്. കേരളത്തിൽ ഒരു പ്രതിപക്ഷ നേതാവും പറയാത്ത വർത്തമാനം. ഒരാള് ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് അറിയുന്നതിന് മുമ്പ് അവരിവിടെ വന്ന് അവര് സ്പൈ ആണെങ്കിൽ അവരെ ഇവിടെ ബ്ലോഗറായി കൊണ്ടുവരും, അല്ലെങ്കിൽ കൊണ്ടുവരും. അതുകൊണ്ട് റിയാസിനെ ഇക്കാര്യത്തിൽ കുറ്റപ്പെടുത്താൻ തയ്യാറല്ല എന്ന നിലപാടെടുത്തത് ഞങ്ങളാ. അന്തസ് വേണം, അന്തസ്. ആ മര്യാദ ഇല്ല, ആ അന്തസ്സും മര്യാദയും CPM-ന് ഇല്ല. ഞാനാ പറഞ്ഞത്. അന്നത്തെ കൊണ്ട് മന്ത്രി റിയാസിനെതിരായിട്ടുള്ള വിവാദം അവസാനിച്ചു. പിന്നെ ഒരാൾ സോഷ്യൽ മീഡിയയിൽ പോലും കൊടുത്തില്ല. രാഷ്ട്രീയ നേതാക്കളും പൊതുപ്രവർത്തകരും ഒക്കെ പലരുടെയും കൂടെ ഫോട്ടോ എടുക്കും. നാളെ ഇപ്പോ ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ എത്ര പേര് എന്റെ കൂടെ ഫോട്ടോ എടുക്കും? ചിലപ്പോ തോളെ കയ്യിലും ആകില്ല, നമുക്ക് പരിചയമില്ലാത്തവര്. നാളെ അയാൾ ഏതെങ്കിലും കേസിൽ പ്രതിയായി കഴിഞ്ഞാൽ ഞാനും അയാളോട്ട് ഇളിച്ചോണ്ടിരിക്കുന്ന പടം വരും. എന്നിട്ട് തോളെ കയറ്റിരിക്കുന്ന ഭയങ്കര ബന്ധമുണ്ടെന്നും പറയും. തോളെ കയറ്റി നമ്മൾ തോളെ കൈയിടുന്നവരൊക്കെ നമ്മളുമായിട്ട് ഭയങ്കര ബന്ധമുള്ളവരാണ്. ഫോട്ടോ എടുക്കാൻ വന്നവരൊക്കെ ഇപ്പോ തോളെ കൈയിടും. അതൊക്കെ പറയണ ഒരു മര്യാദ അന്തസ്സും വേണം. ആ അന്തസ്സും മര്യാദ CPM-ന് ഇല്ല. ഈ വിഷയം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നോട്ടീസ് കൊടുത്തിട്ടുണ്ടായല്ലോ. അന്ന് അനുമതി തന്നില്ലല്ലോ. ഗവൺമെന്റും തന്നില്ല, മുഖ്യമന്ത്രിയും തന്നില്ല, സ്പീക്കറും തന്നില്ല. എന്നിട്ട് പുറത്തു വന്നിട്ട് ഇത് പറയാണ് ചർച്ച നടത്താൻ
അവസരം തരുമായിരുന്നു, തന്നില്ലെന്ന്. നോട്ടീസ് കൊടുത്തിട്ട് തന്നില്ല. പിന്നെ അവരുടെ സൗകര്യത്തിന് തന്നാ പോരല്ലോ. പിന്നെ ഞങ്ങൾ ഡിമാൻഡ് വെച്ചല്ലോ. ഞങ്ങളുടെ ഡിമാൻഡ് ഈ ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നാണ് ഞങ്ങളുടെ ഡിമാൻഡ്. എന്താ കാര്യം? എന്താ കോടതി പറഞ്ഞത്? 2019 ഇത് കൊണ്ടുപോയി കോടീശ്വരന് വിറ്റു, ദ്വാരപാലക ശില്പം. ആരും പുറത്തറിഞ്ഞില്ല. 2024 ആയപ്പോൾ കോടതി പറഞ്ഞത് ഒരു ഫേക്ക് അർജൻസി ഉണ്ടാക്കി, അതായത് വ്യാജമായ ഒരു ആവശ്യം, പെട്ടെന്നുള്ള അടിയന്തര ആവശ്യം ഉണ്ടാക്കി വീണ്ടും ഇത് അടിച്ചു മാറ്റാൻ വേണ്ടി ശ്രമിച്ചു എന്ന് കോടതി പറഞ്ഞു. അപ്പൊ ആരാ ദേവസ്വം മന്ത്രി? വാസവൻ. അപ്പോഴത്തെ ദേവസ്വം പ്രസിഡന്റ് ആരാ? പ്രശാന്ത്. ഇവിടുന്ന് കൊണ്ടുപോകരുത് എന്ന് തിരുവാഭരണ കമ്മീഷണർക്ക് ലെറ്റർ എഴുതിയിട്ട് ഈ കൊണ്ടുപോയേ പറ്റുള്ളൂ, ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. ഞാൻ പറഞ്ഞതല്ല, കോടതിയാണ് പറഞ്ഞത്. അയ്യപ്പന്റെ ദ്വാരപാലക ശില്പം കൊണ്ടുപോയി കോടീശ്വരന് വിറ്റു എന്ന് പറഞ്ഞത് പ്രതിപക്ഷമല്ല, കേരളത്തിലെ ഹൈക്കോടതിയാണ് പറഞ്ഞത്. അത് മറക്കണ്ട. ആ കട്ടവരാണ് ജയിലിൽ കിടക്കുന്നത്, CPM നേതാക്കൾ. എന്നിട്ട് അവര് നടപടി പോലും ഇല്ല. മനസ്സിലായി? ഷാഫി പറമ്പിൽ MP, MLA PK കുഞ്ഞാലിക്കുട്ടി, DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഫിസിയോതെറാപ്പിക്ക് ഏറ്റവും മികച്ച ചോയ്സ് ഇനി കണ്ണൂർ തന്നെ. അതിനൂതനമായ ഫിസിയോതെറാപ്പി ഉപകരണങ്ങളോടുകൂടി ഓർത്തോപീഡിക്സ്, ന്യൂറോളജി, സ്പോർട്സ് മെഡിസിൻ, പീഡിയാട്രിക്സ് കൂടാതെ റീഹാബിലിറ്റേഷൻ സേവനങ്ങളും. പരിചയസമ്പന്നരായ ഫിസിയോതെറാപ്പിസ്റ്റുകളുടെ സേവനങ്ങൾ, സ്ത്രീകൾക്കായി ഫീമെയിൽ തെറാപ്പിസ്റ്റുകളുടെ സൗകര്യം. ടച്ച് ആൻഡ് ഹിൽ ഫിസിയോതെറാപ്പി ക്ലിനിക്, മാതാറാസ് ഇന്ത്യ ഹോസ്പിറ്റൽ, പാമ്പൻ മാധവൻ റോഡ്, തളാപ്പ്, കണ്ണൂർ. ഫോൺ 04972 761 303.